ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. നമ്മുടെ കമൻറ്റിലൊരു ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻക്രാഫ്റ്റ് കളിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കളിക്കുന്നത്. ഞാൻ പേരൊക്കെ ഇട്ടേക്കുന്ന ഉണ്ടാവും. സുധി നോക്കണം. സുധി എന്ന് പേരിട്ടിട്ട് മൊണ്ണ പോലെ കളിക്കുന്നവനാണ് ഞാൻ. അതാണ് എന്നെപ്പോലെ ഒരുത്തരം കിട്ടാൻ തന്നെ പാടാം. സർവൈവൽ നോർമൽ ഓക്കെ ക്രിയേറ്റ്. ഇത് വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മനസ്സിലായോ? അടുത്ത ഇന്ത്യൻ ബൈക്കിൽ എന്ത് ചീറ്റ് കോഡ് അടിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ വീഡിയോയുടെ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. സ്പോൺ എവിടെയാ? 23 418 മലയുടെ മണ്ടാക്കിയാ. അപ്പോൾ മരം വെട്ട് ചീപ്പ് എവിടെയെല്ലാം ഉണ്ടാ? അവിടെ എന്തോ ഉണ്ട് പക്ഷെ എന്തുവാന്ന് അറിയത്തില്ല. ഒഴുകുഞ്ഞി ഫുഡ് മരം തട്ടി പൊട്ടിക്കുന്നതിന് മുന്നേ ചീപ്പിനടിച്ച് ബെഡ് ഉണ്ടാക്കുന്ന ടീംസാണ് നമ്മൾ. അയ്യോ, അവൻ വിചാരിച്ച് താഴെ പോയെന്ന്. അല്ലേ, ഇതേ താഴെ പോയി ചത്ത്. എടുത്തെടുത്ത് എടാ മോനെ. അല്ലേ, ഇനിയിപ്പോൾ ഞാനിതെങ്ങനെ കയറും? ഇറങ്ങാൻ ഭയങ്കര സിമ്പിളായിരുന്നു, ഒറ്റ ചാട്ടം. എന്നോടാണ് കളി. ഞാൻ പാർക്കോർ പ്രോയാണ്. ബീഫ് മൈൻക്രാഫ്റ്റ് ഒക്കെ ആയിരുന്നു ജീവിതമെങ്കിൽ ബീഫ് നിന്ന് മരിച്ചനെ. എൻ്റെ കണ്ണു മുന്നേ നിൽക്കുന്നു ഒരു ബീഫ്. ബീഫ് ഒരു വാളുണ്ടാക്കിക്കൊണ്ട് വരും. ഈ പൊട്ടനെ കൊല്ലാൻ ഭയങ്കര സിമ്പിളല്ല. സുധി ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ പോയി സുധി മൈൻക്രാഫ്റ്റ് സുധി എന്ന് അടിച്ചു നോക്കിയാൽ മതി. എല്ലാം ഓക്കെ. ഇവനെ കൊല്ലും ഞാനിപ്പോൾ. നോക്കണതേ ഒരു പിക്കാക്സ്. ഇതാണ് വാസ്. പോടാ അടിയിലോട്ട്. പെട്ടെന്ന് കുളിക്കുക. എന്തുവാണ് ഇത്? ഇത്രയും പെട്ടെന്ന് സ്റ്റോൺ എത്തിയേ? സാധാരണ 4 ബ്ലോക്കൊക്കെ കുഴിക്കുമ്പോഴാണല്ലേ സ്റ്റോൺ എത്തുന്നത്. അതുള്ള എന്തായാലും ഉപകാരമാണ്. ഞാൻ ഇവിടെ ചുമ്മാ നിൽക്കുന്ന അവൻ വന്ന് മോന്തൊക്കെ ഇടിക്കുന്നു. എന്ത് ഓക്കെ 20 ബീഫ്. 20 ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, പൊട്ടനായിരുന്നു ഞാൻ. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണമെങ്കിൽ വാള്, ആക്സ്, പിക്കാക്സ്, ഷവല് മതി. ഓക്കെ സെറ്റ്. മട്ടൻ ഞാൻ ബീഫാണെന്ന് വിചാരിച്ചില്ലേ. മട്ടനെ കിട്ടും.
കൊല്ലുമെന്ന് നിന്നെ പറഞ്ഞു. കണ്ട വേറൊരുത്തനുണ്ടായിരുന്നില്ലല്ലോ നിന്റെ ഫ്രണ്ട്, അവൻ കൊന്നുകഴിഞ്ഞ അവനോട് ചോദിക്കുന്നത്. അത് കൊള്ളാം, സാപ്ലിങ് കിട്ടി. ഒരു വീടുണ്ടാക്കുമ്പോൾ ഞാനിവിടെ കൃഷി നടത്തുന്നു. കൃഷി ഷീപ്പ് വേണം. ഷീപ്പ്, മട്ടനാ, ബീഫ്. ഇനി ഇത് തിരിച്ചു കയറാനായിരിക്കും പാട് മിക്കവാറും. അതാ ഷീപ്പേ കഴിക്കട്ട്. മട്ടനല്ല, ബീഫ്. ഇതാണ് സൂപ്പർ. കാട്ടിപ്പെട്ടുപോയ എത്ര വൃത്തിയുള്ള ആളാണെങ്കിൽ ചിക്കനൊക്കെ പച്ചക്ക് പേടിച്ചില്ല ഞാൻ താഴോട്ട് പോയെന്ന് പറഞ്ഞു. എടാ പൊട്ട, ഞാൻ മണ്ടയ്ക്ക് കയറുമ്പോൾ അവൻ താഴെ പോണു. ആഹാ, മൈൻക്രാഫ്റ്റിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഒരു കാര്യം തിരക്കി പോകുമ്പോൾ അത് കാണത്തില്ല, പക്ഷെ അത് തിരക്കാത്തപ്പോൾ അത് കണ്ണു മുന്നിരിക്കും. ആഹാ, അല്ലേ സൂപ്പർ. കണ്ടാ അതെന്താ അങ്ങനെ? ഈ ഗെയിമൊക്കെ കണ്ടുപിടിച്ചവൻ്റെ തല. ഞാനും വരുന്ന എന്നോടാണോ? ആ, ഒരു ബ്ലോക്ക് ലാഭിക്കാം, 2 ബ്ലോക്ക് ലാഭിക്കാം. അപ്പുറത്തുണ്ടോ? ഇല്ല. 3 ബ്ലോക്ക് ലാഭിക്കാം, 4 ബ്ലോക്ക് ലാഭിക്കാം, 5 ബ്ലോക്ക്, 6 ബ്ലോക്ക്, 7 ബ്ലോക്ക്. ബ്ലോക്കേ വെക്കണ്ട. ജീറ്റിനൊക്കെ പോലെ വണ്ട പിടിച്ച് നോക്കാം. പൊട്ട, ഞാൻ ഇവിടെ ചാടി വരുമ്പോൾ അവൻ മാറിക്കളയുന്ന ബീഫ്. അതാണ് ബീഫ്. മൈൻക്രാഫ്റ്റ് ജീവിതമായിരുന്നു. എപ്പോഴും ഞാൻ ഇതേപോലെ ബീഫ് ഇരുന്നേ. ബെഡ് പ്ലാങ്കില്ല. ഗുഡ് ബൈ. സന്തോഷം. അങ്ങനെ വഴിക്ക് ബെഡ് ഫുള്ളങ്ങാക്കി വെക്കും. ബെഡ് എവിടെ? ബെഡ്, അതാണ് ബെഡ്. ഇത് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടാ, നമ്മൾ ഷീപ്പിനെ തപ്പി നടന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ കിട്ടിയ. ഇപ്പം നോക്കിയേ, 1 2 3 എൻ്റെ കുഞ്ഞ് നിൽക്കുന്നു. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. തിരക്കി പോകുമ്പോൾ അതിനെ കിട്ടത്തില്ല. കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്ന. ആരെങ്കിലും കൊന്നോളാം. അത് കിട്ടി. ജീറ്റിനെ പോലെ. ഇത് അമ്മയുള്ള കുഞ്ഞ്, അപ്പം ഇതിനെ കൊല്ലണ്ട. എൻ്റെ കൊച്ചനാഥയായിപ്പോ. കൊച്ചൊക്കെ അനാഥയായി പോകും. അനാഥയായി പോകത്തില്ല. ആദ്യം നമ്മൾ കൊച്ചിനെ കൊല്ലും. ഉണ്ടാ ബുദ്ധി. എന്നെപ്പോലെ വിവരമുള്ള ഏവനുണ്ട് ഈ ലോകത്ത്.
ഏ നിക്കടാ. വേറൊരുത്തൻ ഓടിപ്പോയെന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ കൂട്ടുകാരെ കൊന്ന്. ഞാൻ ഓടുന്നു. പൊട്ടൻ ഓടില്ല. ഓടിയ ഇതുവരെ ഓടിയൂടാ. ആടാ പോടാ. 5 വരുന്ന ഇതേ കണ്ട കണ്ട കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ആപ്പിള്. നല്ല കാര്യം. ആപ്പിള് കിട്ടിയത് നല്ല കാര്യം. നൈറ്റ് ആകുന്നു. ബീഫ് തീർന്ന. മട്ടൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ എൻഡില് സൺസെറ്റ് കാണാം. നൈറ്റ് ആയില്ലെന്നാ പിന്നെ എന്തോന്ന്. ഒരു മനസ്സുഖം. പെട്ടെന്നൊരു വില്ലേജ് കണ്ടാൽ മതിയായിരുന്നു. കണ്ടാൽ ഞാനിപ്പോൾ എന്തോ കണ്ടത്. ബീഫടാ. കണ്ട നോക്കടാ പട്ടികളെ. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. അടാ നിക്കടാ. ഞാൻ ജീറ്റിനെ പോലെ ഒന്ന് ചാടി അടിച്ചു വിട്ട്. അടാ പൊട്ട മാറാതടാ. യെസ് 2 ബീഫ് കിട്ടിയെന്ന് തോന്നുന്നു. മട്ടൺ ക്യാൻസൽ. ബീഫ്. പക്ഷേ അവിടെ ഒരു പശുവുള്ള പോലെ ഞാൻ കണ്ടു. ഹങ്കർ ബാർ കുറയാതെ ബീഫ് തിന്നുന്ന ഞാൻ. ഹങ്കർ ബാർ കുറയാതെ ബീഫ് തിന്നുന്നിരുത്തേ. ബീഫ് കൊതിയൻ. റിയൽ ലൈഫിൽ ഞാൻ അങ്ങനൊന്നുമില്ല. അത്ര ബീഫൊന്നും കഴിക്കത്തില്ല. എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ വേണം മടുക്കാൻ. ഒരു റിവ്യൂനും ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു വീടുണ്ടാക്കിയാലാന്ന് തോന്നുന്നു. ഉണ്ടാക്കണ അവിടെ നിന്ന് ബയോ മാറുന്ന. തേനീച്ചേ നിന്റെ കൂടെ വിടെ. തണ്ണിമത്തൻ ജംഗിള്. തേനീച്ചയുടെ കൂട് മോഷ്ടിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട്. ഓടിക്കോ. എന്തി വെറുതെ പേടിച്ച്. തേനീച്ച തിരിച്ചു വന്നില്ല. പൊട്ടൻ കണ്ടില്ലേ. പൊട്ടനെ നമ്മൾ നിർക്കാനേ. മത്തൻ മത്തൻ. മത്തൻ ഫാർം തുടങ്ങണം. അതൊരു വീടുണ്ടാക്കട്ടെ. എന്നിട്ട് മത്തൻ ഫാർമൊക്കെ തീരണം. ഒരു വില്ലേജ് കണ്ടുപിടിക്കത്ത ആദ്യം. വില്ലേജ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. വില്ലേജ് കണ്ട ഒരു 10 കിലോമീറ്റർ മാറി ഉണ്ടാക്കാം. അതായിരിക്കും നല്ലത്. അതേ ബി ആണോ അതോ വേറെ ഏതാ? മാടാ മാറി നിൽക്കടാ. കോപ്പർ ഇരിക്കട്ടെ. നമ്മളെന്തിനാ വെറുതെ കളയുന്നു. അത് പൊട്ടാ. ഞാൻ അപ്പുറത്തെ അടി.
അതൊന്നും കോളല്ലായിരുന്നില്ലേ, ചുമ്മാ പൊട്ടനായിരുന്നു ഞാൻ. ഇത്രയും കിട്ടിയ ഇത്ര ലക്ക്. ബീഫ് റോസ്റ്റ് കഴിക്കുക ഇനി മുതൽ. സമയം കളയാതെ പെട്ടെന്ന് ബീഫ് റോസ്റ്റ് ആക്കട്ടെ. നൈറ്റ് ആവുക അതിന് മുന്നേ. ഉച്ചയാണോ എന്ത്? ആ, ഞാൻ വിചാരിച്ച സൂര്യൻ കാണാതെ പോയത്. ഇത് കൊള്ളാം, ഇത് കറക്റ്റായിട്ട്. വാടാ വാടാ വാടാ. പെട്ടെന്ന് നൈറ്റ് ആവുകയാണെങ്കിൽ കിടന്ന് ഉറങ്ങാനായിട്ടൊരു ബെഡ്. സുഖം ലവിഷ്. ഇതും കൂടെ ആകുമ്പോൾ കറക്റ്റ്. ഒന്ന് എന്നാൽ പിന്നെ ഞാൻ ഇരുന്ന് മട്ടൻ തിന്നിട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നവരെ നിങ്ങളെല്ലാവർക്കും ബൈ, ടാറ്റാ.